ടീനേജ് ആയിട്ടുള്ള ഗേൾസിലും പി സി ഒ ഡി ഉണ്ടാകുമോ? അതെ, ഇപ്പോൾ വളരെ കോമൺ ആയിട്ട് കാണുന്നത് നമ്മൾ കേൾക്കുന്ന ഒരു ടേമുമാണ് പി സി ഒ ഡി, പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് അഥവാ പി സി ഒ എസ്, പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം. പി സി ഒ ഡി എന്നതൊരു രോഗമല്ല, മറിച്ച് അതൊരു രോഗാവസ്ഥയാണ്. ടീനേജിൽ ഹോർമോൺസ് നാച്ചുറലി ചേഞ്ച് ചെയ്യുന്നൊരു ടൈമാണ്. ആയുർവേദ പ്രകാരം പറയുകയാണെങ്കിൽ നമ്മുടെ ഡൈജഷൻ വീക്ക് ആകുമ്പോൾ കഫദോഷത്തിന് ഇംബാലൻസ് ഉണ്ടാകുന്നു. ആ ഇംബാലൻസസ് കാരണം ഹോർമോണൽ ചേഞ്ചസ് വരുന്നു. ഇതാണ് പി സി ഒ ഡിക്ക് കാരണമാകുന്നത്. നമ്മുടെ ലൈഫ് സ്റ്റൈലും അതിനോടൊപ്പം ഇറഗുലർ ആകുമ്പോൾ ബോഡി അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്യും. പീരീഡ്സ് ഡിലേ ആവുക, മുഖത്ത് നമുക്ക് രോമ വളർച്ച കാണപ്പെടുക, മൂഡ് സ്വിങ്സ്, ഇറിറ്റബിലിറ്റി, അതുപോലെ ഹെയർ ഫോൾ, അമിതമായ മുഖക്കുരു അല്ലെങ്കിൽ ആക്നെ പ്രോബ്ലംസ് സിവിയർ ആയിട്ട് കാണപ്പെടുക, ഇതെല്ലാം നമുക്ക് പി സി ഒ ഡി കാരണം ഉണ്ടാകുന്ന ലക്ഷണങ്ങളാണ്. ടീനേജിലുള്ള കുട്ടികളായതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഡെയിലി അവർ ചെയ്യുന്നുണ്ടെന്നുള്ളത് പേരൻസും ഉറപ്പുവരുത്തുക. സൈക്ലിംഗ് ആവാം, ബാഡ്മിൻ്റൺ ആവാം, എനി കൈൻഡ് ഓഫ് ഗെയിം. യോഗ പ്രാക്ടീസ് ചെയ്യുന്നതും അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ രീതിയിലുള്ള വർക്കൗട്ട്സ് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഇൻക്ലൂഡ് ചെയ്യുക. ടീനേജിൽ തന്നെ നമ്മൾ തിരിച്ചറിയുന്ന പി സി ഒ ഡിസ് നമുക്ക് ഇതുപോലെ ലൈഫ് സ്റ്റൈൽ കറക്ഷനും അതിനോടൊപ്പം മെഡിസിൻസും കഴിച്ച് മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ ഉണ്ടാകുന്ന ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂസ് അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ചുണ്ടാകുന്ന ഒബീസിറ്റി ഇതിനെയൊക്കെ നമുക്ക് തടയാൻ സാധിക്കും. കുട്ടികളോടൊപ്പം തന്നെ പേരൻസും അവരെ അതിനായിട്ട് സപ്പോർട്ട് ചെയ്യുക.